ഹലോ ഗെയ്സ്, ചിക്കൻ പിസ്സ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കിയാലോ. ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് മാറ്റി വെക്കുക. ഈസ്റ്റ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് ക്ലീൻ ചെയ്ത ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വിനാഗിരിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഒരു ബൗളിൽ 1.5 കപ്പ് മൈദയും 2 ടീസ്പൂൺ പാൽപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് അതിന് വേണ്ടി മാറ്റി വെച്ച ഈസ്റ്റ് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. വെള്ളം അല്പാൽപമായി ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കുക. വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണേ. ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഈ സമയം കൊണ്ട് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. 2 മണിക്കൂറിന് ശേഷം നമ്മൾ മാവ് നോക്കിയപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ പിസ്സ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഈ മാവ് വെച്ചിട്ട് നന്നായി ഒന്ന് പരത്തിയെടുക്കുക. ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായി ഒന്ന് കുത്തി കൊടുക്കണം. എല്ലായിടത്തേക്കും ഈ സോസൊക്കെ എത്താൻ വേണ്ടിയിട്ടും പിന്നെ മാവ് നന്നായി പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ മയോണൈസും കെച്ചപ്പും ടൊമാറ്റോ സോസും മിക്സ് ചെയ്തിട്ട് ആദ്യം ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മേലെ പിസ്സ സോസ് തേച്ച് കൊടുത്തു. ക്യാപ്സിക്കും വലിയ ഉള്ളിയും ചെറുതായി മുറിച്ചെടുത്തതും പിന്നെ ചീസ് ഞാൻ മൊസറല്ല ചീസല്ല ഇവിടെ ചേർത്തിട്ടുള്ളത്. ചീസിന് സ്ലൈസാണ് ചെറുതായി കഷ്ണങ്ങളാക്കിയത് അതിന് മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും പിന്നെ ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സും ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുക. കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ്. ഞാനിവിടെ ഓവനിലല്ല ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ അലുമിനിയം പാത്രത്തിലാണ്. അപ്പോൾ അത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് തയ്യാറാക്കാൻ വിചാരിച്ചിട്ടുള്ളത് ആ പാത്രം നന്നായി ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പാത്രം അതിലേക്ക് ഇറക്കി വെക്കുക. പാത്രം ആവി പോവാത്ത വിധം അടച്ച് വെച്ച് 15 മിനിറ്റ് ഈ ചീസെല്ലാം മെൽട്ടാവുന്നത് വരെ വേവിച്ചെടുക്കുക.